ഗിരിയേട്ടാ എത്താറായോ? ഇല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തു പറ്റി ഗിരിയേട്ടാ? ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു പ്രായമായ ചേച്ചി ഉണ്ടായിരുന്നു. സന്നിധാനത്ത് നിന്ന് തൊഴുതിട്ട് തിരിച്ചു വരുമ്പോ അവർക്ക് പെട്ടെന്ന് വയ്യാതെയായി. അയ്യോ, എന്നിട്ട്? ഞാനും മുകുന്ദനും വേഗം ആശുപത്രിയിൽ എത്തിച്ചു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ആശ്വാസായി. പക്ഷേ അവരുടെ സ്വന്തക്കാരൊക്കെ ഇവിടെ എത്താൻ നാളെ രാവിലെ ആവും. അതുവരെ എനിക്കിവിടെ ആശുപത്രിയിൽ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. ശരി ഗിരിയേട്ടാ. സോറി, ഇങ്ങനൊരു കാര്യമായി പോയതുകൊണ്ടാ. അത് സാരമില്ല ഗിരിയേട്ടാ. ഒരു ദിവസം കൂടി കാത്തിരിക്കുന്നോണ്ട് എന്താ കുഴപ്പം? നിങ്ങള് കല്യാണിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമേ. ശരി ഗിരിയേട്ടാ. ഗിരിയായിരുന്നോ മോളെ? അവരെത്താൻ വൈകൂന്ന്. അയ്യോ, എന്തു പറ്റി? അവരുടെ കൂടെ വന്നൊരു പ്രായമായ സ്ത്രീക്ക് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടായി. അവരെ സഹായിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാം. അത് സാരമില്ല, ഒരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിലേ ഞാനൊരു പരിപാടി പറയട്ടെ. നമുക്കൊരു റിസപ്ഷൻ കൂടാൻ പോയാലോ? ആരുടെ കല്യാണോ? അതെ, ഞങ്ങളുടെ സീരിയലിലെ നായികയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെ കല്യാണത്തിന്റെ റിസപ്ഷന്. കൊറേ സെലിബ്രിറ്റികളൊക്കെ വരും. നമുക്കും പോയാലോ ചേച്ചി? നിങ്ങൾ പോയിട്ട് വാ, ഞാനില്ല. ഓ, മോളുടെ മൂഡൊന്ന് ശരിയാക്കാൻ വേണ്ടിയാ ഞാൻ റിസപ്ഷന് പോകാന്ന് പറഞ്ഞത്. മോള് വരുന്നില്ലെങ്കിൽ ഞാനങ്ങ് പോകുന്നില്ല. അയ്യോ, എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഇല്ലമ്മേ. ഞാൻ വരുന്നില്ലെന്ന് കരുതി അമ്മ പോവാതിരിക്കണ്ട. അവരൊക്കെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ. ദേ, ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ടുവയ്ക്കോ. ഇവക്ക് വല്ലപ്പോഴാ പാർട്ടിക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവുന്നത്. ഞാൻ കാരണം ഇനിയിപ്പൊ അത് കളഞ്ഞു കുളിക്കണ്ട. എന്നാലും ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയാ? അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. നിങ്ങൾ എന്തായാലും പോണം, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് പോകാം അല്ലേ? എന്നാ റെഡിയാകാം, വാ. മോള് വരുന്നില്ലെന്നുള്ള ഉറപ്പാണല്ലോ? ഉറപ്പാമ്മേ. എന്നാ ശരി, പിന്നെ വാതിലടച്ച് കുറ്റിയിട്ട് സേഫ് ആയിട്ടിരുന്നോണം കേട്ടോ. ശരി അമ്മ. ഉറങ്ങിക്കളയരുത്. ഞങ്ങള് വരുമ്പോ വാതില് തുറന്നു തരണം. ഓ, നിങ്ങൾ വരാതെ ഞാൻ ഉറങ്ങില്ല, പോരെ? ടാക്സി വന്നു മോളെ. ബൈ മോളെ. ശരി, എന്നാ ഇറങ്ങാം. മഞ്ജു വീട്ടിൽ ഒറ്റയ്ക്ക. ഇനി ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ കിട്ടില്ല. നീ തോമസിനെയും കൂട്ടി വേഗം വാ. ടൂൾസും കൂടി എടുത്തോ. ഇനി സ്നേഹം പൂക്കും താഴ്വാരം. ഇത് കാലം തോൽക്കും പ്രണയം പ്രേമപൂജ. ഡിസംബർ 16 മുതൽ എല്ലാ ദിവസവും രാത്രി 9.
നീ കുറേയായി മോളെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ഇന്ന് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. മഞ്ജുവിനൊന്നും പറ്റാതെ നോക്കുമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തു. അതെനിക്ക് പാലിച്ചേ പറ്റൂ. എന്നാ നീയും എവളെ കൂടെ ഇവിടെ തീരും. ഡാ